ഇന്നത്തെ താരം അതാ മീനുട്ടിയാണ്. അവിടെ നമ്മുടെ സ്കൂൾ ഒന്നാമത്തെ കാര്യം സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പൊ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ നമ്മുടെ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇന്നും ഇതുപോലെ പിന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ആട്ടസന്ധിയിൽ നിന്നപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാതെ എന്റെ കയ്യിലേക്ക് ഒരു ദൂതൻ എന്ന് പറയുന്നത് നമ്മൾ അച്ഛപ്പള്ളി പറയും പോലെ മാലാഖ എന്നാൽ ഞാൻ പേര് പറയുന്നത് വെളിപ്പെടുത്തരുതെന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ പേര് പറയാത്തത് ആദിസെറ്റ് എന്ന് ഞങ്ങൾ പറയും. ഫുൾ നെയിം പറയത്തില്ല. ആദിസെറ്റ് എന്നാണ് ഷോർട്ട് നെയിം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നലെ ചേട്ടൻ വന്ന സമയത്ത് ഒരു ഓട്ടം പോയി. മീനിന് ഇതിലെ തുള്ളലും ചാട്ടവും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ആദിസെറ്റിനെ വിളിച്ചിട്ട് നമ്പർ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ആദിസെറ്റ് കൊടുത്തു വിട്ട സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം. അതെ, അതും അവരുടെ മക്കൾക്ക് വാങ്ങിച്ചപ്പോ മീനുക്കുട്ടിയെ ഓർത്തു വാങ്ങിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഓക്കെ മീനുക്കുട്ടിക്ക് വീഡിയോ ചെയ്യാൻ മീനുക്കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അച്ഛാ വേഗം വാ നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. കണ്ട 1 മണിക്കൂറായി തുറക്കണ്. എടുത്ത് കാണില്ല, അത് തിരിച്ച് കാണിരിക്കുന്ന നേരെ 4 പേന, 2 പെൻസില്, 2 റബ്ബർ കട്ട, 2 മൊന വെട്ടി. അത് നീ പേനക്കെങ്കിൽ തറയിൽ വയ്യ. ഞാൻ കാണിക്കാം അവിടെ വയ്യ. അവിടെ ഓ ഇന്ന് 1 മണിക്കൂർ ആവോടെ. അടുത്തത് എനിക്ക് കളർ ബുക്ക്. ഇത് 60 രൂപയുടെ കളർ ബുക്കാണ്. ഞാൻ ബാക്കി നോക്കി വായിച്ചത്. ബാർബിയുടെ കളർ ബുക്ക്. ഇതാണ് ഫസ്റ്റ് വന്നത്. അങ്ങനെയാണ് ഞാൻ ലൈവിലൊക്കെ വരുമ്പോ കളർ അടിച്ചിട്ട് കാണിച്ചു തരും. നമ്മളങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കൂല കേട്ടോ. അതുകൊണ്ടേ പറഞ്ഞു ഇത് എനിക്കാണ്. ഞാൻ ഈ സ്കെച്ച് വാങ്ങിക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നുകിൽ ചെവരിന് വരച്ചു കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വരച്ച് അവളെ പെരത്താണ് അവള് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് അധികം വാങ്ങിക്കുന്നത്. ഈ കടിക്കുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാക്സിമം അതങ്ങ് ഒഴിവാക്കിയത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞ വാങ്ങിച്ച് കൊടുത്തായിരുന്നു. അല്ല, അത് വാങ്ങിച്ച് നമ്മൾ വച്ച് നമുക്ക് ചാർട്ടിന് ആവശ്യത്തിന് വേണ്ടി നമ്മളെ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ ആദ്യസെറ്റിന്റെ മക്കൾക്ക് മാച്ച കൂട്ടത്തിലാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് അപ്പോ മീനുക്കുട്ടി ഹാപ്പി. അപ്പോൾ മീനുക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഞാൻ ഓട്ടിച്ചൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുമ്പം മീനുക്കുട്ടിയുടെ അടുത്ത് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. മീനുക്കുട്ടി കസരയിൽ പോയിരുന്നോ? മീനുക്കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്തിനാണെന്ന് വെച്ചാ, മീനുക്കുട്ടി സൂക്ഷിച്ചു വെക്കണമെന്നല്ല, ഇത് ബുക്കും പേനയും പെൻസിലും ഒക്കെ ആ മാമ വാങ്ങിച്ച് തന്നു. മീനുക്കുട്ടി ഇതുപോലെ എന്തിനാണ് പഠിച്ച് വലുതായിട്ട് മീനുക്കുട്ടി എന്ത് ചെയ്യണം, ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് മീനുക്കുട്ടിയെ കൊണ്ട് പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കണം. അപ്പൊ പഠിച്ച് ജോലി വാങ്ങിക്കോ. നിന്നെ കൊണ്ട് ഒരാൾക്കേ പറ്റും. ഇപ്പൊ എനിക്കും ചേട്ടന്റെ അടുത്തും അല്ല നില്ലേ, ഞാൻ പറയട്ടെ എനിക്ക് ഇപ്പൊ എനിക്കോ ചേട്ടനോ നമുക്ക് ഒരു വാക്ക് അങ്ങനെ പറയാൻ പറ്റൂല അല്ലേ ഏട്ടാ? നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് മീനക്കുട്ടിയുടെ അടുത്തേ പറയാൻ പറ്റുള്ളൂ. മീനക്കുട്ടി എന്ത് ചെയ്യണം, പഠിച്ച് വലുതായിട്ട് ജോലിയൊക്കെ വാങ്ങി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് എന്താ പറയാ, ഒരു കൈ ചെയ്യും ദാനധർമ്മം മറു കൈ അറിയില്ലെന്നല്ലേ പറയുന്നത്. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു നിമിഷമെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ അല്ലേ ആ മക്കള് നല്ല രീതിയിൽ എത്താൻ, ആ കുടുംബം എന്തോ നല്ല രീതിയിൽ കഴിയാനും അവർക്കൊരു എന്താ പറയാ, എന്താ പറയാ, ദൈവസഹായം, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു ഗിഫ്റ്റ്. അതെ, എല്ലാവരുടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ കൂടെയും നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും.
പിന്നെ നമ്മളെ മീനക്കുട്ടിക്ക് അല്ലാതെ ഇത്തിരി ബുക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കിയപ്പോ കഴിഞ്ഞ തവണ നമ്മളെ ചേച്ചി കുറച്ച് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മള് ഭയങ്കര ഷോപ്പിംഗ് ആയിട്ടൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പിന്നെ സ്കൂളിൽ ഇടാനുള്ള പിന്നെ സ്കൂളിൽ ഇടാനുള്ള ഡ്രസ്സ്, ഫസ്റ്റത്തെ ദിവസം ഇടാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചല്ലോ. നമ്മൾ അവക്ക് അതിൽ നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി യൂണിഫോം വാങ്ങിക്കാനുണ്ട്. കാരണം അവളെ നമ്മൾ പറഞ്ഞല്ലോ, അവളെ SH മാറ്റി ഇപ്പൊ ഇടനില സ്കൂളിലാക്കിയത് കൊണ്ട് യൂണിഫോം കൂടി വാങ്ങിക്കാനുണ്ട്. യൂണിഫോം വാങ്ങിക്കണം, തയ്ക്കാൻ കൊടുക്കണം. പിന്നെ അതിന് കുറച്ച് വള, മാല അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോ ഓക്കെ ആവും. അല്ലേ മീനക്കുട്ടി? അല്ല, നമ്മളെ കാര്യം ഇങ്ങനെയെന്നുള്ളത് പറയാം. നമ്മളൊരു സ്കൂളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിക്ക് പറയാം. ഭയങ്കരതായിട്ടൊന്നും ഉള്ളതൊന്നുമില്ല. ദൈവസഹായം കൊണ്ട് ആരുടെയൊക്കെയോ കൃപ കൊണ്ട് ദൈവം പല വഴി കൂടെ സഹായിക്കുന്നല്ലേ പറയുന്നത്. അതെ, സത്യം തന്നെയാണ്. എങ്ങനെയൊക്കെയോ എല്ലാം ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നത് തരുന്നതാണ്. ദൈവം മറ്റുള്ളവരിലൂടെ നമ്മെ സഹായിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ദൈവം തന്നെ നമുക്ക് മാറ്റി തന്നത്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇതില് വീഡിയോ നിങ്ങള് ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ ഒന്നും കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷമാണ് കേട്ടോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് പണ്ടെന്ന് നമുക്കൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ മീനൂട്ടിക്ക് ഇങ്ങനെ ഒരാള് സമ്മാനം കൊടുക്കുമ്പോഴും ഉറപ്പായിട്ടും പുറത്ത് ആൾക്കാർ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നിന്റെ വലിപ്പത്തിലല്ലേ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മള് ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഈ ഒരു വീഡിയോ കാണാനിടയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലുതാകുമ്പോ മീനക്കുട്ടി ഇത് കാണുകയാണെങ്കിലേ തന്നിട്ടുണ്ട്. അതൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് വേറെ നമുക്കും ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലാതെ നിങ്ങൾ ഇനിയും വാങ്ങി തരണോന്നോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നില്ല. അതൊന്നും നിങ്ങള് മനസ്സിൽപ്പോലും ആരും കരുതുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ ബൈ.